എവിടെയാണ് മാർക്കറ്റ്? എവിടെയാ മാർക്കറ്റ്? കുറച്ച് മുന്നോട്ട്. അതൊക്കെ തന്നെ നടന്ന് കാണാൻ. അതിന്റെ ഉള്ളിലുണ്ട് ഒരു മാർക്കറ്റ്. ആ ബിൽഡിംഗ് കണ്ടില്ലേ? അത് ഇവരെ കോളനിയാണ്. ഈ സൈഡിലാണ് ഇടാക്കാം. വണ്ടി അവിടെ ബീച്ചിൻ്റെ അടുത്ത് പാർക്ക് ചെയ്തു. എന്നിട്ട് അങ്ങനെ മാർക്കറ്റ് കുറച്ച് അപ്പുറമാണ്, വൺ വേ ആണ്. അതുകൊണ്ട് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടക്കുക. ഈ ഏരിയ ഒക്കെ ആദ്യം ഫുള്ള് ചേരികളായിരുന്നു. അതെല്ലാം മാറ്റി ഇപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് തന്നെ ഫുള്ള് ഫ്ലാറ്റുകൾ ഗവൺമെൻറ് ചെയ്തു കൊടുത്തതാണിത്. അങ്ങനെ നമ്മൾ കുറേ നടന്നത് ആ ഫിഷ് മാർക്കറ്റ് അവിടെ എത്തി. അത് അവിടെയൊക്കെ മീൻ പിടിക്കുന്ന ബോട്ടുകളാണ്. അവിടുന്ന് പിടിച്ചുകൊണ്ടിരിക, ഇവിടെ കൊണ്ടുവന്ന് സെയിൽ ചെയ്യുക. അതാണ് പരിപാടി. അന്ന് മാർക്കറ്റ് ഒന്ന് കയറി കണ്ടോക്കെന്തായാലും. എന്തായാലും പുതുതായിട്ട് ഉണ്ടാക്കിയാണ്. പുതുതായിട്ട് പറഞ്ഞാൽ കുറച്ച് വർഷമൊക്കെ ആയിട്ടുണ്ടാവും. എന്തായാലും തുരുമ്പൊക്കെ കാണുന്നുണ്ട്. എന്തായാലും നല്ല നൈസായിട്ടുണ്ട് പുറത്ത് കാണുമ്പോൾ തന്നെ. ഇനി ഉള്ളിൽ കയറി നോക്കാം എന്താണ് അവസ്ഥ. ഇവിടെ ടോയ്ലറ്റ് കോംപ്ലക്സ് ഉണ്ട്. അപ്പം സെറ്റാണ്. വൈകുന്നേരമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നടക്കാനൊക്കെ നല്ല രസമായിരിക്കും. ഇത് നല്ല നട്ടുച്ചയ്ക്ക് ഉച്ചയാവുന്നു. ഇതൊരു ലോകാട്ടോ. അവിടുന്ന് കണ്ട പോലെ ഒന്നല്ല, ഇതൊരു ലോകാണ്. ഇതിലേ കയറാം, ഇതിലേ കയറാം. ആഹാ, രാവിലെ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. നമ്മൾ വന്ന സമയം തെറ്റിട്ടാ. വാള, വെള്ളൻ, കോര എല്ലാം ഉണ്ട്. എന്നാലും കുറച്ചാളൊക്കെ ഉണ്ട് ലൈവാണ്. புரியல. ஏறவா? இது 400, இது 500, இது 600. அழகா ஐஸ் இல்ல, தண்ணி இல்ல, நல்ல பொருள் தாங்க. நிறைய இடையும் இருக்கும். போட்டு காட்டுற பாருங்க, பிடிச்சா வாங்குங்க. 1 கிலோக்கு இவ்வளோ யாரும் தர மாட்டாங்க. 1 கிலோ கம்மியா வேணுமா? எவ்வளோக்கு வேணும்? 300 ரூபாய்க்கு போடுவா. இது வேணாமா? என்னம்மா ரூபா போடு, செம்மையா இருக்கும் மீன். அப்படி நம்ம கடல் மீன் செம்ம ஸ்டைல் இருக்குது. இது வெறும் 700 ரூபா போட்டுக்கோங்க. எது வேணும் அம்மா சொல்லுங்க, இது வேணுமா வேணாமா? சரி, ഇതൊക്കെ നിറയെ എല്ലാ തട്ടിലും മീനാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. അതങ്ങ് ദൂരെ കാണുന്നതാണ് ചെന്നൈ പോർട്ട്. ഇവിടെ ഇതൊക്കെ സൈഡാക്കി വെച്ചിരിക്കുക ബോട്ടുകളൊക്കെ. அது